ഞാൻ ഓർക്കായിരുന്നു, എൻ്റെ കൂടെയുള്ള ഒരു അച്ഛൻ സുവിശേഷ പ്രഘോഷണമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ 2.5 വയസ്സുള്ള കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് ആ കൊച്ചിനോട് കാതിൽ ആരും കേൾക്കാതെ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്നാണെന്നറിയാവോ? എടാ, നീ യേശുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായിട്ട് എന്ത് ചെയ്യണം? മാറണം. കൃപയുള്ള അച്ഛൻ്റെ മോൻ്റെ കാതിൽ പറഞ്ഞു കൊടുക്കുന്നൊരു പ്രാർത്ഥനയാണ്. എന്താണെന്നറിയാവോ? നീ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായിട്ട് മാറണം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ആസന്നമരണമായി കിടക്കുന്ന ആത്മാവിനെ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. ആത്മാവ് സന്നദ്ധമല്ലാത്തത് കൊണ്ട്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് നിർജീവമായി കിടക്കുന്നത് കൊണ്ട് നമ്മളിലേക്ക് എന്ത് ചെയ്യാണ്? മാരകമായ പാപം നമ്മൾ ചെയ്തു കൂട്ടുകയാണ്. മേൽക്ക് മേൽ പാപം ചെയ്തു കൂട്ടുന്നതനുസരിച്ച് ഒരു പശ്ചാത്താപവും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ല, ഒരു പശ്ചാത്താപവും. അതുകൊണ്ടാണ് നമുക്ക് ഒരു വചനം വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18 മുതലുള്ള വചനം വായിച്ചേ. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഇവിടെ ശ്രദ്ധിച്ചോ, ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തൊരു വ്യക്തിക്ക്, ഇല്ലെങ്കിൽ ലോകത്തിന്റെ ആത്മാവിലൂടെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി വായിച്ചു കേൾക്കാൻ പോകുന്നത്. വായിച്ചോ. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹ ആരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം. കണ്ടോ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് എന്താണ് ആദ്യം കേട്ടത്? നമ്മൾ വ്യഭിചാരം. നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മളിത് വചനം കേട്ടിട്ടുള്ള, എത്രയോ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള, എന്നാൽ നമുക്കിത് പൂർണ്ണമായിട്ടും ഈ കൽപ്പന അനുസരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ പണ്ടത്തെ പിതാക്കന്മാർ, നമ്മളോട് ഈ സുറിയാനി സഭയിലെ പിതാക്കന്മാരുടെയൊക്കെ ജീവചരിത്രം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കണം. ചിലവരൊക്കെ തൂണുമേൽ തപസ്സനുഷ്ഠിച്ചവർ, തൂണുണ്ടാക്കി അതിൻ്റെ പുറത്ത് കയറിയിട്ട് എന്ത് ചെയ്യാണ്? തപസ്സനുഷ്ഠിച്ചവർ. ചിലവർ കൊടും കാട്ടിലേക്ക് കയറി ചെന്നിട്ട് ആരുടെയും ശല്യം കൂടാതെ പ്രാർത്ഥിച്ചവർ, ധ്യാനിക്കുന്നവർ. ചിലവരെന്ത് ചെയ്യും? വലിയ ഗുഹകളുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ആരുടെയും ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചവർ. ചിലവരൊക്കെ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇരുന്ന് അവരുടെ ശരീരത്തിൽ ചിതൽപുറ്റ് കയറിയത് പോലും എന്ത് ചെയ്തില്ല? അവർ അറിഞ്ഞിട്ടില്ല. ചിതൽപുറ്റ് കയറിയത് പോലും എന്ത് ചെയ്തില്ല? അവരറിഞ്ഞില്ല. പ്രാർത്ഥിച്ച് ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കണം, എന്തിനാണ് ഇവരിങ്ങനെയുള്ള മാർഗങ്ങൾ സെലക്ട് ചെയ്തത്? ഇതുപോലെയുള്ള ചെറിയ പാവങ്ങൾ, ഇതുപോലെയുള്ള ചെറിയ പാവങ്ങളിൽ നിന്ന് ഓടിയകലാൻ, മനുഷ്യരോടുള്ള സംസർഗത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് കൊടുങ്കാടുകളിലേക്ക് ചെന്ന് പാർക്കുന്ന വിശുദ്ധർ. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഒരു വിശുദ്ധയായിട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഞാനങ്ങനെ മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവപുസ്തകത്തിൽ ഇങ്ങനൊരു കാര്യം എഴുതി വെച്ചത് എൻ്റെ മനസ്സിൽ ഒത്തിരി സ്ട്രൈക്ക് ചെയ്ത്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല. എനിക്ക് ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്തകളെല്ലാം ദൈവത്തിൻ്റേതുപോലെ ആകുന്നുണ്ടോ? ദൈവത്തിൻ്റേതുപോലെ. എന്തുകൊണ്ടാണ്? ഫ്രാൻസിൽ 2-ാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു വലിയ പ്രതിമ. ഈ വലിയ പ്രതിമയിൽ 2-ാം ലോക മഹായുദ്ധം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ 2 കൈകളും എന്ത് ചെയ്യുന്നറിയാവോ? ഒരു ബോംബ് സ്ഫോടനത്തിൽ തകർന്നുപോയി. 2-ാം ലോക മഹായുദ്ധം എല്ലാം കഴിഞ്ഞ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ആ രാജ്യങ്ങളെല്ലാം പതുക്കെ പുരോഗമിക്കുന്ന സമയത്ത് ഈ പ്രതിമ, യേശുവിൻ്റെ ഈ പ്രതിമ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട് അവർ കുറേ പാടുപെട്ട് നോക്കി. 2ാമത് കൈയൊക്കെ വെച്ച് നോക്കായിട്ടൊന്നും എന്ത് ചെയ്തില്ല, ശരിയായില്ല. അപ്പോൾ അതിലൊരു ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ഒരു സന്ധ്യയിൽ, ഒരു രാത്രിയിൽ മനോഹരമായൊരു വാചകം എഴുതി യേശുക്രിസ്തുവിൻ്റെ തലയുടെ മുകളിലായിട്ട് വെച്ചു. അതെങ്ങനെയായിരുന്നു? പിറ്റേ ദിവസം പ്രഭാതത്തിൽ എല്ലാവരും വന്ന് ആ നഗരത്തിലൂടെ പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ പ്രതിമയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അതെങ്ങനെയായിരുന്നു? എൻ്റെ കൈകളെന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളാണ്. കൈകൾ നഷ്ടപ്പെട്ട യേശുവിൻ്റെ തലയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്, എൻ്റെ കൈകളെന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളാണ്. സത്യത്തിൽ ഞാൻ ചോദിച്ചേ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ, പ്രവൃത്തിയിൽ യേശുവിനെ ഒരാൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഞാനിപ്പോഴും ചിന്തിക്കട്ടെ, എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരൻ സത്യത്തിൽ ഞങ്ങൾ പല കള്ളത്തരങ്ങളും
കാണിച്ചപ്പോഴും ഇവൻ ഒരു കള്ളത്തരത്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കത്തില്ലായിരുന്നു. ഒരു കള്ളത്തരത്തിനും. ഒരു കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ട ഒരു സഹോദരൻ, എനിക്ക് ഭയങ്കര സങ്കടമുണ്ടാകുന്ന ഒരു വാർത്ത എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് ഞങ്ങളോട് പറഞ്ഞു. ഒരു ഹിന്ദു പെണ്ണ് ഞങ്ങളോട് പറയാണ്, ആ പയ്യനും ഒരു ക്രിസ്ത്യാനിയല്ലേ, അവനെങ്ങനെ വിശുദ്ധനായിട്ട് അവൻ ജീവിക്കുന്നത്? അവൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് അവൻ്റെ സംസാര ശൈലി, പ്രവൃത്തികൾ, ചിന്തകളെല്ലാം ദൈവവിചാരത്തിലൂടെ മാത്രം. നിങ്ങളും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരല്ലേ, എന്തുകൊണ്ടാണ് അവനെപ്പോലെ ഇല്ല അവൻ ജീവിക്കുന്ന പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തതെന്നൊരു ചോദ്യം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ, സത്യത്തിൽ ഹൃദയത്തിൽ ആഞ്ഞ് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, ഈ കേൾക്കുന്ന വചനമെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ക്രൈസ്തവനെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഒരു ക്രൈസ്തവനെ പോലെ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാര ശൈലികളും നമ്മുടെ ചിന്തകളും എല്ലാം കണ്ടുകൊണ്ട് ഒരു അക്രൈസ്തവൻ എങ്ങോട്ട് വരണം? യേശുവിനെ അറിയാനായിട്ട് വരണം. AD 52 തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നപ്പോഴും ഒരിക്കലും ഒരാളെ പോലും അവൻ എന്ത് ചെയ്തില്ല, അവൻ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ടില്ല. അവൻ്റെ പെരുമാറ്റം, അവൻ്റെ സംസാര രീതികൾ, അവൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടാണ് അനേക അക്രൈസ്തവരെ ആളുകൾ ആരെ കണ്ടുമുട്ടിയത്? യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത്. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി. ഇത് കേട്ടിട്ട് എഴുന്നേറ്റ് പോകുന്ന ആരെ പോലെ ആയിരിക്കണം? യേശുവിനെ പോലെ ആകണം. ഇല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നത് വ്യർത്ഥമാണ്. ഈ ചൂടത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത് വ്യർത്ഥമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം അറിയാവോ? ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്നാണെന്നറിയാവോ? ശ്രദ്ധിച്ചു കേട്ടോ, ഓരോരുത്തരും ശ്രദ്ധിച്ചു കേട്ടോ. ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം ആന്തരിക ചൈതന്യം നഷ്ടമായ ക്രിസ്ത്യാനികളാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്തരിക ചൈതന്യം നഷ്ടമായ ആളുകളാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. അതുകൊണ്ട് എന്ത് ചെയ്യണം അറിയാവോ? അതുകൊണ്ട് നിന്റെ പ്രവൃത്തികൾ വിശുദ്ധമാണോ എന്ന തിരിച്ചറിവ് നിന്നിൽ ആദ്യം ഉണ്ടാകണം. ഈ ലോകത്തെ കാണിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നീ എന്ത് ചെയ്യണം? ഒരു വിശുദ്ധനെ പോലെ ജീവിക്കാനായിട്ട് പറ്റണം. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-2 വചനമാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് നീ തന്നെ പറയുന്നത്, പക്ഷെ നീ ആരെ പോലെയാണ്? മരിച്ച ആളെ പോലെയാണ്. നിന്നിൽ ആസന്ന മരണമായി കിടക്കുന്ന ആത്മാവിനെ എന്ത് ചെയ്യണം? ഉത്തേജിപ്പിക്കാനായിട്ട് പറ്റണം. അങ്ങനെ ഉത്തേജിപ്പിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അവന് ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉറക്കം വരത്തില്ല. പള്ളിയിൽ പോയിരുന്ന് മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിച്ചാലും അവന് മടുപ്പുണ്ടാകത്തില്ല. അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവന് ദൈവീക ചിന്തകൾ അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അവൻ യാത്ര ചെയ്യുമ്പോഴും, അവൻ ജോലി ചെയ്യുമ്പോഴും, അവൻ വീട്ടിലായിരിക്കുമ്പോഴും, അവൾ അടുക്കളയിലായിരിക്കുമ്പോഴും ഒക്കെ എപ്പോഴും എന്തായിരിക്കും? അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മളൊരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ, അഭിഷേകത്തിൽ വളർന്നു വരുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പള്ളിയിലുണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? ഈ പള്ളിയിലൊക്കെ നമുക്ക് ദുഃഖവെള്ളിയാഴ്ചയുടെ കഞ്ഞിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? കാരണം എന്നാണെന്നറിയാവോ? ഇതുണ്ടാക്കുന്നത് പ്രാർത്ഥിച്ചിട്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ള ഒരു സ്ഥലത്ത്, ദൈവാനുഭവം, ദൈവിക അനുഗ്രഹമുള്ള സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണത്തിന് എന്തുണ്ട്? പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതേ കഞ്ഞിയാണ് നിങ്ങൾ എവിടെ വെക്കുന്നത്? വീട്ടിൽ വെക്കുന്നത്. ഈ ടേസ്റ്റ് എവിടെ കിട്ടത്തില്ല? എവിടെ കിട്ടത്തില്ല? വീട്ടിൽ കഴിക്കുന്ന ഭർത്താവിനും മക്കൾക്കും കിട്ടത്തില്ല. കാരണം എന്നാണെന്നറിയാവോ? നമ്മൾ എന്നാ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നത്? എന്നാ ഉണ്ടാക്കി കൊടുത്താൽ ഈ മുതുകാലന് ഇഷ്ടപ്പെടത്തില്ലല്ലോ അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇനി ഇതിലെന്നാ കുറ്റം പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് സ്തോത്രം പറഞ്ഞുണ്ടാക്കുന്ന സ്ഥലത്ത് കഞ്ഞിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്, ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന സ്ഥലത്ത് വേറൊരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും തീയായിട്ട് മാറണം. തീയായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ തന്നെ ആദ്യം എന്തുണ്ടാകണം? ഒരു മാറ്റം ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ടല്ലേ? 7 ദിവസത്തിൽ എത്ര മണിക്കൂറാണ് നമ്മൾ പള്ളിയിൽ ഇരിക്കുന്നത്? ഏത് ദിവസമാണ് നമ്മൾ പള്ളിയിൽ വരുന്നത്? ഞായറാഴ്ച ദിവസം. എത്ര മണിക്കൂർ പള്ളിയിലുണ്ട്? ചിലവർ 1.5 മണിക്കൂർ, ചിലവർ അരമണിക്കൂർ. ഞാനൊക്കെ ഓർക്കാറുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് കയറി വരുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. അപ്പോൾ ചിലർക്ക് അരമണിക്കൂർ, ചിലർ 1 മണിക്കൂർ, ചിലർ എൻ്റെയൊക്കെ പള്ളിയിൽ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. തുയോബ ശുശ്രൂഷയ്ക്ക് കയറുമ്പോൾ സമാധാനം ചോദിക്കുമ്പോൾ പള്ളിയിൽ 3/4 ഭാഗത്തും ആൾക്കാരുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ കയറുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ദേവാലയത്തിൽ, ആ ഒരു ദിവസത്തിൽ 3 മണിക്കൂർ മാത്രം കഷ്ടിച്ചാണ് ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ബാക്കിയുള്ള
മുഴുവൻ സമയവും ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ വീടാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു സ്ഥലം എവിടെയാണ്? വീടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണതറിയാവോ? നീ നിൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവം അവിടെ വരും, ദൈവം അവിടെ വന്നിരിക്കും. പ്രാർത്ഥനയുള്ളൊരു കുടുംബമാണോ, കൂട്ടായ്മയുണ്ടോ, അവിടെ ശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാൻ പറയട്ടെ, ഈ പ്രസംഗിക്കുന്ന വ്യക്തിയായ ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും മാരകമായ രോഗം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായെന്നിരിക്കട്ടെ, നമ്മുടെ ഡോക്ടർ നമ്മളെ പരിശോധിച്ചിട്ട് നമ്മുടെ കൂടെയുള്ളവരോട് പറയും, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിച്ചാൽ മതി. അപ്പം നമ്മൾ ഓർക്കണം, ജീവിതത്തിൽ നീ എത്രമാത്രം ഉന്നതങ്ങളിൽ എത്തിയാലും ദൈവത്തിൻ്റെ അനുഭവം, ദൈവിക അനുഭവം നിനക്കുണ്ടാകണമോ, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണമോ, നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കാനൊരു മനസ്സ് വേണം. എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. എന്നാണെന്നറിയാവോ? ഞായറാഴ്ചത്തെ വിശുദ്ധ ബലിയർപ്പണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തവരാണ്. നല്ല ഭാഗം വചനം പറയുന്ന നമ്മളും കേട്ടോണ്ടിരിക്കുന്ന നമ്മളും എത്രയോ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വചനം 38 മുതൽ 42 വരെയുള്ള വചനങ്ങളിൽ യേശുവിൻ്റെ കാൽ കീഴിലിരുന്ന് യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവവചനം കേട്ട് സുവിശേഷം കേട്ടോണ്ടിരുന്നു. മാർത്തയാകട്ടെ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരുന്നു. മറിയത്തെ നോക്കിക്കൊണ്ട് മാർത്തയോട് യേശു പറയുകയാണ്, മാർത്തേ, മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല ഭാഗം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ മണിക്കൂറിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെട്ട മണിക്കൂറാണ് ഇത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരൊറ്റ മണിക്കൂർ ഇരിക്കാൻ നീ ചെലവഴിച്ച ഈ മണിക്കൂറാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം. നല്ല ഭാഗം തിരഞ്ഞെടുത്തവർ. ഇതുപോലൊരു ദൈവിക അനുഭവത്തിലേക്ക് നമുക്ക് മാറണം. നമ്മുടെ കുടുംബം ഹൈറേഞ്ചിൽ, ഇടുക്കിയിൽ, വയനാട്ടിലൊക്കെ പണ്ട് ഞങ്ങളുടെ പൂർവികർ കയറി ചെന്നപ്പോൾ അവർ പറഞ്ഞു കേട്ടതാണ്, അവർ എന്ത് കൃഷി ചെയ്താലും അവർക്കൊന്നും തിരിച്ചു കിട്ടത്തില്ല. വന്യമൃഗങ്ങളുടെയും കാട്ടാനകളുടെയും പന്നികളുടെയും ശല്യം കാരണം ഇവർ വെച്ചിരിക്കുന്നതൊന്നും എന്ത് ചെയ്യത്തില്ല, ഇവർ കൃഷി വെക്കുന്നതൊന്നും ഇവർക്ക് വിളവെടുക്കാൻ പറ്റത്തില്ല. അവർ കണ്ടുപിടിച്ചു, എന്നാണെന്നറിയാവോ? ഇതാ ദൈവിക ആരാധന ഇല്ലാതെ വന്നു. അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ സ്ഥലം മാറ്റി വെച്ച് അവിടെ നിരപ്പാക്കി ഓല കൊണ്ട് ഷെഡുണ്ടാക്കി ഒരു പള്ളിയാക്കി ആ പള്ളിയിൽ ആരാധിക്കാൻ വേണ്ടി വൈദികനെ വിട്ടു നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വൈദികൻ വന്ന് അവിടെ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരവിടെ കൃഷി ചെയ്തതെല്ലാം അവർക്ക് ഭൂമി ഒരെണ്ണം പോലും നഷ്ടമാകാതെ അവർക്ക് കൊടുത്തു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു കൂട്ടായ്മയിൽ, ഒരു ദൈവിക കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു മകളാണ്, ഒരു കുടുംബമാണ് നമ്മളെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ പറയട്ടെ, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും. പെരുമ്പിള്ളി തിരുമേനിയുടെ ജീവചരിത്രം വായിച്ചപ്പോൾ അവിടെ എങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്, ഈ ജീവചരിത്രം എഴുതിയ പുരോഹിതൻ ഈ തിരുമേനിയുടെ വീട്ടിൽ എപ്പോഴെല്ലാം കയറി ചെന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ വീട്ടിലെ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ ആ പിതാവിൻ്റെ ചാച്ചനോ അമ്മയോ ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ രംഗം എപ്പോൾ കയറി ചെന്നാലും കാണാൻ പറ്റും. രാത്രിയിൽ, ഉച്ചയ്ക്ക്, പ്രഭാതത്തിൽ, എപ്പോൾ ചെന്നാലും ആ വീടിൻ്റെ ആ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ ഒരാൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരിൽ നിന്ന് ദൈവം അഭിഷേകമുള്ള ഒരു മെത്രാപ്പോലിത്തയെ വിളിച്ച് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ദൈവം എത്രമാത്രം ഉയർത്തിയിട്ടുണ്ടോ അത്രമാത്രം വിനയപ്പെട്ട് തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്ന് നീ പ്രാർത്ഥിച്ചു നോക്കിക്കോ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? അതുകൊണ്ട് തീഷ്ണതയുള്ളവരായിട്ട് മാറണം. മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിച്ചാലും ഒരു മടുപ്പ് വരാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഈ ദിവസം കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. പെന്തക്കോസ്തിയുടെ ശുശ്രൂഷ നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നടക്കുമ്പോൾ ആ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മുടെ മേൽ വന്നു നിറയാൻ തക്ക വിധത്തിൽ ഒരുക്കമുള്ളവരായിട്ട് നമുക്ക് മാറാൻ പറ്റണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, മണിക്കൂറുകൾ നീണ്ടുള്ള ശുശ്രൂഷകൾ ദേവാലയത്തിൽ വെച്ച് നടക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത. ഇതെപ്പോൾ തീരും? ഈ അച്ഛനൊരു പണിയില്ലേ? എത്രയും പെട്ടെന്ന് തീർക്കുന്ന അച്ഛൻ്റെ അടുക്കിലേക്ക് നമ്മൾ ഓടും.
ശുശ്രൂഷകൾ, പരിശുദ്ധ കുർബാന, പ്രാർത്ഥനകൾ ഏറ്റവും ആദ്യം തീർക്കുന്ന വൈദികൻ ഏത് പള്ളിയിലാണോ ആ പള്ളിയിലേക്ക് ഓടുന്നവരാണ് നമ്മൾ. ഞാൻ ഓർക്കുകയായിരുന്നു, ഞങ്ങളുടെ അടുത്ത് ഒരു ശുശ്രൂഷ 10:30 തീരേണ്ട ശുശ്രൂഷ 11:30 ആയി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം നടക്കേണ്ട ശുശ്രൂഷയിൽ ഒറ്റ ആൾ പള്ളിയിലില്ല. സംഭവിച്ചത് എന്നാണെന്നറിയാവോ? ദീർഘമായ ശുശ്രൂഷ നടത്തി അച്ഛൻ്റെ കുർബാനയ്ക്ക് ഞങ്ങൾ ഇനി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത പള്ളിയിലേക്ക് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. നമ്മൾ ഓർക്കണം, മണിക്കൂറുകൾ ടി വിയുടെ മുമ്പിലിരിക്കാനും, മണിക്കൂറുകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും സമയം ചെലവഴിക്കാനും, മണിക്കൂറുകൾ ഷോപ്പിങ്ങിന് പോകാനും നമുക്കൊരു മടിയില്ല. എന്നാൽ ദൈവവചനത്തിന് മുമ്പിലിരിക്കാൻ, ഒരു 10 മിനിറ്റ് എടുത്ത് ബൈബിൾ വായിക്കാൻ, ഒരു 10 മിനിറ്റ് സ്വകാര്യതയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ, ഒന്ന് കണ്ണുനീരൊഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? നമ്മുടെയൊക്കെ ഗുണം എന്നാണെന്നറിയാവോ? കയ്യിലിരിക്കുന്നത് പോകാനും പാടില്ല. എവിടെ വേണം? ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയും ചെയ്യണം. ഞാനൊരു കാര്യം പറയട്ടെ, വിലയുള്ളത് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? ഞാൻ വില കൊടുക്കണം. ദൈവിക അനുഭവങ്ങൾ കിട്ടാൻ മണിക്കൂറുകളും ദിവസങ്ങളോളം ആര് പ്രാർത്ഥിച്ചു? ശിഷ്യന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഈ ശിഷ്യന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എന്നാ സംഭവിച്ചെന്നറിയാവോ? ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തികളുടെ മേലും വന്നു നിറഞ്ഞു. ഓരോ വ്യക്തികളുടെ മേലും. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ജ്ഞാനവും ഇല്ലാതിരുന്ന അപ്പോസ്തോലന്മാർ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കട്ടിയായ മനുഷ്യരെല്ലാവരും എന്ത് ചെയ്തു? അവർ മാനസാന്തരപ്പെട്ടു. സത്യത്തിൽ നമ്മുടെ ചെയ്തികളും നമ്മുടെ പ്രവൃത്തികളുമെല്ലാം ദൈവവിചാരത്തോടുകൂടെ ആയിത്തീരുമ്പോൾ ഞാൻ ചെല്ലുന്ന സ്ഥലവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ഞാൻ കയറി ചെല്ലുന്ന വീട്ടിലും എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുക്കാൻ പറ്റും. എൻ്റെ ജീവിത പങ്കാളിക്കും ഒരു ദൈവിക അനുഭവം കിട്ടണമെങ്കിൽ ഞാൻ ആദ്യം ദൈവിക അനുഭവമുള്ളവനായിട്ട് മാറണം. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, മറിയത്തിൻ്റെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ദൈവത്തിൻ്റെ ദൂത് അറിയിച്ച ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ മറിയം ചാർച്ചക്കാരിയായ എലിശബത്തിനെ കാണാൻ മണിക്കൂറുകൾ യാത്ര ചെയ്ത് എലിശബയുടെ വീട്ടിലേക്ക് പോയി. എലിശബയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് എലിശബയുടെ വീടിൻ്റെ വാതിൽക്കൽ മുട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നിട്ട് എലിശബ നോക്കുമ്പോൾ കർത്താവിൻ്റെ അമ്മയാകാൻ പോകുന്ന സ്ത്രീ മുമ്പിൽ നിൽക്കുന്നു. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ ഇതാ എലിശബയുടെ ഉദരത്തിൽ കിടന്ന ശിശു എന്തു ചെയ്തു? പരിശുദ്ധാത്മാവ് കൊണ്ട് തുള്ളിച്ചാടി. നമ്മൾ ഓർക്കണം, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ എൻ്റെ കൂടെയുള്ളവരും പ്രാർത്ഥിച്ചിരിക്കും. ഞാൻ പള്ളിയിൽ പോകുന്നവനാണെങ്കിൽ, ഞാൻ കൂദാശകൾ അനുഷ്ഠിക്കുന്നവനാണെങ്കിൽ, ഞാൻ ബൈബിൾ വായിക്കുന്നവനാണെങ്കിൽ എൻ്റെ കൂടെയുള്ളവരും ഇതേ വഴിയിലൂടെ തന്നെ വന്നിരിക്കും, ഇതേ വഴിയിലൂടെ. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, ഈ ലോകം നമ്മളെ വിലയിരുത്തുന്നത് പോലെയല്ല ദൈവം നമ്മളെ വിലയിരുത്തുന്നത്. എൻ്റെ മുമ്പിൽ വന്നിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ ഞാൻ അളന്നത് അവളുടെ വസ്ത്രം കണ്ടുകൊണ്ടും അവളുടെ കയ്യിലിരിക്കുന്ന കൂട് കണ്ടുകൊണ്ടും ആണ് ഞാൻ അവളെ അളന്നത്. പക്ഷേ അവൾ വന്ന് എന്നോട് സംസാരിച്ച് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ 500 രൂപ പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട്, ഇല്ലെങ്കിൽ 500 രൂപ ചാരിറ്റി ഇനത്തിൽ പോയല്ലോ എന്ന് സങ്കടപ്പെട്ട് ഞാൻ ഇരിക്കുമ്പോൾ ആ സ്ത്രീ സംസാരിച്ച് കഴിഞ്ഞ് 1200 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് ആ സ്ത്രീ ആ സ്റ്റെപ്പ് ഇറങ്ങി പോയപ്പോൾ ഞാൻ ഇതാ നിങ്ങളോട് പറയട്ടെ, അലുമിനിയം പാത്രത്തിൽ ചുറ്റിക കൊണ്ടടിച്ച് ചുളുങ്ങിയ അവസ്ഥയിലേക്ക് ഞാൻ മാറി. അതുകൊണ്ട് ഈ ലോകം നമ്മളെ വിലയിരുത്തുന്നത് പോലെയല്ല ദൈവം നമ്മളെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധന നടത്തി നോക്കട്ടെ, ഒന്ന് കണ്ണിക്കട്ടെ. ജീവിതത്തിൽ എപ്പോഴും നമ്മളൊരു നല്ല കുമ്പസാരം എടുത്ത് ഒരു ഈസ്റ്ററിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വന്ന് ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് നമ്മൾ കൂടി വന്നിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. ശക്തമായിട്ട് കാത്തിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക് വീണ്ടും വരട്ടെ. ആയിരക്കണക്കിന് നടുവിൽ യേശുക്രിസ്തുവിനെ തൊട്ട ആ സ്ത്രീയെ യേശുക്രിസ്തു കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുവെങ്കിൽ അവളുടെ ഒരുക്കവും അവളുടെ വിശ്വാസവുമാണ് അവളെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 10,000-കണക്കിന് ആളുകൾ സുവിശേഷം കേൾക്കുന്നുണ്ടെങ്കിലും ആ 10,000-കണക്കിന് ആളുകളുടെ ഉള്ളിൽ ഒരാൾക്കായിരിക്കും യേശുവിനെ കാണാനുള്ളൊരു മനസ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ശക്തമായ രീതിയിൽ പ്രാർത്ഥനയോടെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവം നൽകുന്ന 3 സമ്മാനങ്ങളുണ്ട്. 3 സമ്മാനങ്ങൾ.
അത് നീ തിരിച്ചറിഞ്ഞോണം. ഇന്ന് ഈ മണിക്കൂറിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കോറി വെക്കണം. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും നിങ്ങൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ഈ 3 കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാൻ നിൻ്റെ ഉൾനയനങ്ങൾ തുറക്കപ്പെടണം. നിൻ്റെ ഉൾനയനങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. 16-ാമത്തെ വചനം. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദിവസം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാത്തിരിപ്പിൻ്റെ ദിവസമാണ്. നമ്മൾ കാത്തിരിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മേലും നമ്മുടെ കുടുംബത്തിന്മേൽ വരാനും, മാനസാന്തരപ്പെടാത്ത വ്യക്തികൾക്ക് മാനസാന്തരം ഉണ്ടാകാനായിട്ട്, കുടുംബത്തിൽ അസ്വസ്ഥതകളും നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്നുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ മാറി ദൈവത്തിൻ്റെ ആത്മാവിൽ ശക്തമായിട്ട് നമ്മൾ മാറ്റപ്പെടാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ഒരുക്കത്തോടെ ഇരിക്കുന്നോ അത്രമാത്രം ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ ഒരു വ്യക്തി, ഒരു കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 3 കാര്യങ്ങൾ ആ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ആ കുടുംബത്തിന് നേരെ സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ദിവസം 1 മണിക്കൂറെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വീടിന് നേരെ സ്വർഗം തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നിനക്ക് കാണാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം അറിയാവോ? നിൻ്റെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും ഇത് കാണാൻ പറ്റത്തില്ല. ചിലപ്പോൾ നീ ഇന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം നിനക്ക് കിട്ടുന്നത് ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷമായിരിക്കും, ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് നിനക്ക് കിട്ടുന്നത്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, മഞ്ഞിനിക്കരയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു റമ്പാച്ചൻ, വാർദ്ധക്യത്തിലെത്തിയ റമ്പാച്ചൻ, ആ മഞ്ഞിനിക്കര പള്ളിയുടെ ഉള്ളിൽ ഒരു കസേരയിട്ട് ഒരു ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകിലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുടുംബം ആ മഞ്ഞിനിക്കര ദേറായിൽ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ റമ്പാച്ചന് തൊട്ടടുത്ത് ഞാൻ ഇരിപ്പുണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഖബർ മുത്തി, അവരത് കഴിഞ്ഞ് വന്നിട്ട് എവങ്കേലോൻ മുത്തി, അവർ നേർച്ചപ്പെട്ടിയിൽ അവരുടെ പൈസ ഇട്ട് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവർ പള്ളിയുടെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് റമ്പാച്ചൻ അവരെ കൈകൊട്ടി വിളിച്ച് ഞങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അവർ റമ്പാച്ചൻ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഓടി ഞങ്ങളുടെ അടുക്കിൽ വന്നിട്ട് റമ്പാച്ചൻ ഒത്തിരി കാര്യങ്ങൾ അവരോട് ചോദിച്ചു. എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവസാനം പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ റമ്പാച്ചൻ അവരോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഈ പള്ളിയിൽ ഭണ്ഡാരത്തിലിട്ട പൈസ ഈ പള്ളിയുടെ ഈ ദേറായുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതെടുത്ത് ഉപയോഗിക്കും. എന്നിട്ട് പറയുകയാണ്, നിങ്ങളിവിടെ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഏത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിച്ചിരുത്, ആ കണ്ണുനീര്, ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാണോ നിങ്ങളുടെ കണ്ണുനീര് ഈ ദേവാലയത്തിൽ വീഴ്ത്തിയത്, ആ കണ്ണുനീരെടുക്കാൻ ആരും ഇവിടെ വരത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ വരും, ഒത്തിരി മുറിവുകൾ വരും, ഒത്തിരി വേദനകൾ വരും. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച സ്നേഹം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. തകർന്നു പോകരുത്. ഒരു ക്രൈസ്തവൻ വീണു പോകാനുള്ളതല്ല. നമ്മൾ ഓർക്കണം, യേശു പറഞ്ഞു, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന മകൻ പാറമേൽ ഭവനം പണിത ബുദ്ധിമതികളായ മനുഷ്യർക്ക് തുല്യരാണ്. എന്നിട്ട് യേശു ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാ പറഞ്ഞെന്നറിയാവോ? ആ ഭവനത്തിൻ്റെ മേൽ എന്ത് വരും? കാറ്റ് വരും. ആ ഭവനത്തിൻ്റെ മേൽ കാറ്റ് വന്നിരിക്കും. ആ ഭവനത്തിൻ്റെ മേൽ എന്ത് വരും? കോള് വരും, മഴ വരും, ശക്തമായ മഴ വരും. പക്ഷെ എന്ത് ചെയ്യത്തില്ല? ആ വീട് തകർന്നു പോകാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വീട് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആളുകളിൽ നിന്നുള്ള ചില മുറിപ്പെടുത്തലുകളൊക്കെ നമ്മൾ കേട്ടെന്ന് വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? വീണു പോകാൻ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ആരെയും വെറും കൈയോടെ യേശുക്രിസ്തു പറഞ്ഞു വിടത്തില്ല. ഉറപ്പാണത്. അത് നടന്നിരിക്കും. അതല്ല, അവൻ ആത്മീയ ജീവിതത്തിൽ ഉണർവ് കിട്ടിയിരിക്കും. ഞാൻ പറയട്ടെ, കുറച്ച് മുമ്പ് ഞാൻ ഒരു സ്ത്രീയുടെ അനുഭവം പറഞ്ഞില്ലേ? ഇന്നലെ വൈകിട്ട് ആ സ്ത്രീ എന്നെ കണ്ടിട്ടപ്പോൾ എന്നാ പറഞ്ഞറിയാവോ? എൻ്റെ അച്ഛാ, ഇനി എൻ്റെ ഭർത്താവ് മദ്യപിച്ചാലും എനിക്ക് കുഴപ്പമില്ല, കാരണം അയാളെ സ്നേഹിക്കാനുള്ള കൃപ എന്നിൽ എൻ്റെ ദൈവം
തന്നിട്ടുണ്ട്, എന്നിൽ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ ഓർക്കണം, മന്ദോഷ്മണതയിലുള്ള ആത്മാവ് ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് കിട്ടിയ ബോധ്യം എന്നാണെന്നറിയാവോ? മദ്യപാനിയായ ഭർത്താവ് ഇനി എത്ര കുടിച്ചാലും, ഇനി എന്തെല്ലാം കൊള്ളരുതായ്മ ചെയ്താലും ഇയാളെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് എൻ്റെ കർത്താവ് തന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ സ്റ്റെപ്പ് ഇറങ്ങി പോയപ്പോൾ ഉണ്ടല്ലോ, യേശു ക്രിസ്തു ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. പ്രിയമുള്ളവരെ, യേശു പാവപ്പെട്ട സ്ത്രീ, പഠിത്തമില്ല, വിദ്യാഭ്യാസമില്ല, സൗന്ദര്യമില്ല, കൂലിപ്പണി എടുക്കുന്ന സ്ത്രീയെ ദൈവം തൊട്ടുവെങ്കിൽ നമ്മൾ ഓർക്കണം, എളിമപ്പെട്ട് വിനയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ തമ്പുരാൻ ഉയർത്തിയിരിക്കും, തമ്പുരാൻ ഉയർത്തിയിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം പഴയ നിയമ പുസ്തകങ്ങളെല്ലാം വായിക്കുമ്പോൾ നമ്മൾ നോക്കണം, അവിടെയെല്ലാം ഉന്നതത്തിൽ നിന്നവരെ ആരെയും ദൈവം വിളിച്ചിട്ടില്ല. ഇതാ ആട്ടിടയന്മാരും വിക്കനായവനെയും കുറവുള്ളവനെയും ഒക്കെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, ഒക്കെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമോ? അതുകൊണ്ട് ദൈവം നിന്നെ എത്രമാത്രം ഉന്നതങ്ങളിൽ എത്തിച്ചാലും വിനയപ്പെട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നോളം, വിനയപ്പെട്ട്. ഒരൊറ്റ പനി മതി പ്രിയമുള്ളവരെ നമ്മൾ ഈ കാത്തു സൂക്ഷിച്ചതെല്ലാം പോകാൻ. ഒരൊറ്റ പനി മതി. നമ്മൾ ഈ കെട്ടിപ്പിടിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ പോകാനായിട്ടുണ്ടല്ലോ, ഒരൊറ്റ പനി മതി. അതുകൊണ്ട് എന്ത് ചെയ്യണമറിയാവോ? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവിടെ സ്വർഗം തുറക്കപ്പെട്ടിരിക്കും. ഉറപ്പാണ്, സ്വർഗം തുറക്കപ്പെട്ടിരിക്കും. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നീ പോകുന്നവനാണെങ്കിലും ആ സ്വർഗം തുറക്കപ്പെടുന്നൊരവസ്ഥ നിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളാരും വേറൊരു ദൈവങ്ങളുടെ പിന്നാലെ പോകരുത്. രണ്ടാമത് എന്നറിയാവോ? പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരും. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നിരിക്കും. പ്രാർത്ഥിക്കുന്നവരിലേക്ക് മാത്രം ദൈവം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് വന്നിരിക്കും. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് നീ ഒരു ശുശ്രൂഷ ചെയ്താൽ അവിടെ അനുഗ്രഹം വന്നിരിക്കും. ഞാൻ ഓർക്കുകയായിരുന്നു, എന്നെ സെമിനാരിൽ പഠിപ്പിച്ച ആദായി അച്ഛൻ അവസാനം ഞങ്ങളോട് പറഞ്ഞു വിട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്ര നല്ല രീതിയിൽ പ്രസംഗിക്കുമെങ്കിലും, നിങ്ങൾ എത്ര മനോഹരമായ രീതിയിൽ കുർബാന ചൊല്ലുമെങ്കിലും, നിങ്ങൾ എത്ര നല്ല രീതിയിൽ പാട്ട് പാടുമെങ്കിലും, രാത്രിയുടെ യാമങ്ങളിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനല്ല നീയെങ്കിൽ പടിഞ്ഞാറ് നിൽക്കുന്ന ഒരൊറ്റ വ്യക്തിയിൽ പോലും പരിശുദ്ധാത്മാവ് വരത്തില്ല. അവനെ മാനസാന്തരപ്പെടുത്താൻ നിനക്ക് പറ്റത്തില്ല. ചിലപ്പോൾ നിൻ്റെ കുർബാനയിൽ ലയിച്ച് നിന്നിട്ട് അത് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ശൂന്യമായിട്ട് അവന് തോന്നും. എന്നാൽ ഒരു ട്യൂണുമില്ല, ഒരു കഴിവുമില്ലാത്തവൻ കുർബാന മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ കയറുമ്പോൾ മാനസാന്തരപ്പെടാത്ത ആളുകൾ പോലും മാനസാന്തരപ്പെട്ടു പോകുമെന്ന് ആ അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയാണ് വരുന്നതെന്നറിയാവോ? ചിലപ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ മാറിക്കിട്ടെന്ന് വരത്തില്ല. ചിലപ്പോൾ മദ്യപാനിയായ ഭർത്താവിൻ്റെ മദ്യപാനം കൂടും. നീ പ്രാർത്ഥിച്ച ചിലപ്പോൾ കൂടും. പക്ഷെ അതിൻ്റെ പുറകിൽ അതിനെ സഹിക്കാനുള്ള കൃപ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, ഒരു മാസം മുമ്പ് കനാനായ സമുദായത്തിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മറിയാമ്മ ടീച്ചറിനെ കണ്ടു. 21 വയസ്സ് പ്രായമുള്ള മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു കിടക്കുമ്പോഴും ആ മൃതദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ആ മകൻ്റെ വേണ്ടി ഒരു ചരമ പ്രസംഗം, കണ്ണിൽ നിന്ന് ഒരു പൊടി കണ്ണുനീര് പോലും വീഴ്ത്താതെ ആ സ്ത്രീക്ക് പ്രസംഗിക്കാൻ പറ്റിയെങ്കിൽ ആ സ്ത്രീയുടെ ആത്മാവ് ഉണർവുള്ള ആത്മാവാണ്. മന്ദോഷ്മണയിലുള്ള ആത്മാവല്ല, ഉണർവുള്ള ആത്മാവ്. നമുക്കും കിട്ടും ഈ കൃപ. എത്ര കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഞാൻ പോകുന്നവളാണെങ്കിലും ഞാൻ തകർന്നു വീഴാൻ എൻ്റെ ദൈവം ഇടവരുത്തത്തില്ല. മൂന്നാമത് കിട്ടുന്ന ഒരു കാര്യമാണ്, ഇതാ സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കും. പ്രിയമുള്ളവരെ, തിരുമേനി ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു സ്ത്രീ മാനസാന്തരപ്പെട്ടു. അവൾ ധ്യാനം കൂടി. ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഭർത്താവിൻ്റെ മദ്യപാനം മാറി. അവൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് ഒരു ബാറിലേക്ക് ചെല്ലുന്ന ഒരു ചിത്രം, ഇല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സ്വപ്നം കാണുക, ഒരു ദർശനം കിട്ടുമോ? ഇവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഭർത്താവ് ഒരു ബാറിലേക്ക് കയറി ചെല്ലുന്ന സ്വപ്നം കാണുക. അവൾ അന്നേരം തിരുമേനിയെ വിളിച്ച്, തിരുമേനി അന്നേരം ഇയാളെ കോണ്ടാക്ട് ചെയ്തു. അന്നേരം എന്തെയ്യാ, ഇയാൾ കുടിക്കാൻ വേണ്ടി ബാറിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് കോൾ അങ്ങോട്ട് ചെല്ലുന്നത്. നമ്മൾ ഓർക്കണം, ഇങ്ങനെയുള്ള ദർശനങ്ങൾ നമുക്കും കിട്ടും വിശുദ്ധിയിലാണെങ്കിൽ. ആരിലാണെങ്കിൽ? വിശുദ്ധിയിലാണെങ്കിൽ. കേൾക്കുന്ന വചനമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ബുദ്ധിയിലല്ല സംഗ്രഹിക്കേണ്ടത്, ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇതിലെഴുതിയിരിക്കുന്നത് പോലെ ജീവിക്കട്ടെ. ആസന്ന മരണമായി നിന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ നീ ഉണർത്ത്. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് എന്തെല്ലാം വരുന്നുണ്ടോ അതെല്ലാം ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ
എന്തെല്ലാം ഇനി സംഭവിക്കാൻ പോകുന്നു എന്ന് കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കും. അതുകൊണ്ടാണ് ജോയൽ പ്രവചനം 2:28, അവസാന നാളിൽ ഞാൻ എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ എന്നാ കാണും? സ്വപ്നം കാണും. നിങ്ങളുടെ പുത്രന്മാർ എന്തു ചെയ്യും? പ്രവചിക്കും. നിങ്ങൾ ഓർക്കണം, ഇത് അവസാന നാളുകളാണ്. ഇവിടെ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വന്നു നിറയും. ദൈവകൃപയുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ.